ഈ മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റ് നാടിന്റെ വികസനത്തിനൊപ്പമാണ്. ചിലര് കളിയാക്കി പറഞ്ഞല്ലോ, നവകേരള സദസ് കൊണ്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല. നവകേരള സദസ്സിൽ അന്ന് കിട്ടിയ നിവേദനങ്ങളിലെ പല കാര്യങ്ങളിലും സർക്കാർ ഉത്തരവായി ഇറങ്ങി ചില വ്യക്തികളുടെ വർഷങ്ങളായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അക്കാലത്ത് വികസനം സംബന്ധിച്ചു കൊടുത്ത നിവേദനങ്ങളിൽ 982 കോടി രൂപയുടെ പദ്ധതിക്ക് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അനുമതി കൊടുത്തു. നവകേരള സദസ് ഇന്ത്യയിൽ ആദ്യമായി മന്ത്രിസഭാംഗങ്ങൾ മുഴുവൻ 140 അസംബ്ലി മണ്ഡലങ്ങൾ സന്ദർശിച്ച ഒരു പരിപാടിയായി. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം, കോൺഗ്രസോ ബിജെപിയോ ഭരിക്കുന്ന സംസ്ഥാനം അവിടെ ഇത്തരത്തിൽ ഉണ്ടായോ? കോൺഗ്രസുകാരും ബിജെപിക്കാരും പറയട്ടെ. മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നടത്തി. വിവിധ വിഭാഗം ജനങ്ങളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അദാലത്തുകൾ സംഘടിപ്പിച്ചു. അതിലെല്ലാമായി ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി കുറിച്ചെടുത്തു. എന്നിട്ടാണ് എന്തെല്ലാം അഭിപ്രായങ്ങളാണ് ജനങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി മന്ത്രി മന്ദിരങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഈ നാടിന്റെ വികസനം സാക്ഷാത്കരിക്കുന്നത്. ഇത്തരം ഒരു ഗവൺമെന്റിൽ തകർക്കാൻ നോക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ. നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർത്ത പ്രതിപക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്തുണ്ടാവില്ല. ഇത് നാം തിരിച്ചറിയണം.